മുഖ്യമന്ത്രിയായി തന്നെ തിരഞ്ഞെടുത്ത പാർട്ടിക്കും ജനങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഘടകകക്ഷികൾക്കും നന്ദി പറഞ്ഞ് വി.ഡി. സതീശൻ. തന്നിൽ പാർട്ടി ഏൽപ്പിച്ചത് ഒരു വലിയ ഉത്തരവാദിത്തമാണെന്നും ഇത് ദൈവികമായ നിയോഗമാണെന്നും വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരുടെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം നന്ദി പറഞ്ഞു. കേരളത്തെ രക്ഷിക്കാൻ ഒരു നല്ല ടീം ബിൽഡ് ചെയ്യുമെന്നും എല്ലാ നേതാക്കളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ നല്ല ടീമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാകില്ല. പുതിയ കേരളമുണ്ടാക്കാൻ നല്ല ടീമാണ് ആവശ്യം. കോൺഗ്രസിൻ്റെ പ്രചാരണത്തെ നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. തൻ്റെ നേതാവാണ് അദ്ദേഹം. AICC പ്രവർത്തനം ഏകോപിപ്പിച്ചത് കെ.സി. വേണുഗോപാലാണ്. അവർക്കും ഘടകകക്ഷി നേതാക്കൾക്കും AICC നേതാക്കൾക്കും ദീപാദാസ് മുൻഷിക്കും കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫിനും വി.ഡി. സതീശൻ നന്ദി പറഞ്ഞു. നല്ല ടീമാകും സർക്കാരിനെ നയിക്കുക. മന്ത്രിസഭയെക്കുറിച്ച് മറ്റ് സൂചനകളൊന്നും വി.ഡി. സതീശൻ നൽകിയിട്ടില്ല. മന്ത്രിമാരെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരെ തീരുമാനിക്കുന്നത് താനല്ല, പാർട്ടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. തന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ കൃത്യമായി അത് പറയും. പൊതുപ്രവർത്തനത്തിൻ്റെ നിർവചനം മാറ്റിയെഴുതുന്ന വിധത്തിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായ അർപ്പണബോധത്തോടെ പുതുയുഗത്തിനായി പ്രവർത്തിക്കും. കേരളത്തെ നന്നാക്കാൻ, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, ഒരു പുതിയ കേരളമുണ്ടാക്കാൻ പരിശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.